മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിർത്തിയിട്ട ബസ്സിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിയെ പിടികൂടി. കർണാടക സ്വദേശിയായ ദത്തത്രേയ രാംദാസാണ് പിടിയിലായതിൽ ഷിരൂർ താലൂക്കിൽ, ഷിരൂർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഷിരൂർ താലൂക്കിൽ ഉള്ള ആളാണ്. കൃഷിയിടത്തിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രതിയെ ഇന്ന് പുലർച്ചെ 1:30 മണിയോടെ പോലീസ് പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാഹസികമായി പോലീസ് പിടികൂടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മഹാരാഷ്ട്രയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ പറയൂ. രാത്രി ഏതാണ്ട് 1:30യോടെയാണ് ഈ പ്രതി പിടിയിലാവുന്നത്. അതേ പേരുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് ഈ പ്രതി അറസ്റ്റിലാവുന്നത്. ഇയാൾ ഏതാണ്ട് 70 മണിക്കൂറിലധികം സമയമായി ഇങ്ങനെ ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസിന് ഏതാണ്ട് ധാരണയുണ്ടായിരുന്നു ഈ കരിമ്പ് പാടത്ത് എവിടെയോ ഇയാൾ ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നായ്ക്കളെ ഉപയോഗിച്ചും ഡ്രോൺ ഉപയോഗിച്ചും ഒക്കെ വ്യാപക പരിശോധന നടത്തിയത്. ഏതായാലും സമയം ഏതാണ്ട് 70 മണിക്കൂർ കഴിഞ്ഞതോടെ ഇയാൾക്ക് വലിയ തോതിൽ ദാഹവും വിശപ്പും ഒക്കെ അനുഭവപ്പെട്ടു. അങ്ങനെ ഭക്ഷണം തേടി അർദ്ധരാത്രി 12 മണിയോടെ ഈ നാട്ടുകാരിൽ ഒരാളുടെ വീട്ടിലേക്ക് ഇയാൾ എത്തുകയും കതകിൽ മുട്ടി തനിക്ക് വിശക്കുന്നുണ്ടെന്നും ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. വെള്ളം മാത്രം കൊടുത്ത് ഇയാളെ അവിടെ നിന്ന് ഈ നാട്ടുകാർ പറഞ്ഞു വിടുകയായിരുന്നു. പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നാലെ ഈ മേഖലയാകെ പോലീസ് വലയം ചെയ്തുകൊണ്ടാണ് പരിശോധന നടത്തി. അങ്ങനെയാണ് 1:30യോടെ ഈ പ്രതി പിടിയിലാവുകയും ചെയ്തത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി ഉള്ളത്. 11:30യോടെ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ വൈദ്യ പരിശോധന സസ്തോൺ ആശുപത്രിയിൽ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഇയാൾക്ക് നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് പോലീസിന് വ്യക്തമായതാണ്. 6-ലേറെ കേസുകൾ, പലതരത്തിലുള്ള ക്രിമിനൽ കേസുകൾ ഇയാൾക്ക് മേലുണ്ട്. 2019 ഇയാൾ ജാമ്യം നേടി പുറത്തിറങ്ങിയതാണ്. അതിനുശേഷമാണ് സമാനമായ മറ്റു പല കുറ്റകൃത്യങ്ങളും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്രൂരമായ തലത്തിലേക്കാണ് ഏറ്റവും ഒടുവിൽ അയാൾ കൊണ്ടുചെന്ന് എത്തിയതും. പോലീസ് എന്ന വ്യാജേന ഈ സംഭവം നടന്ന ബസ് സ്റ്റാൻഡിൽ, സ്വർഗേറ്റ് ബസ് സ്റ്റാൻഡിൽ ഇയാൾ പലവട്ടം കറങ്ങി നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പോലീസിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ പശ്ചാത്തലവും മറ്റ് ക്രിമിനൽ പശ്ചാത്തലവും ഒക്കെ തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു. പ്രതി ഏതായാലും പിടിയിലായത് വലിയ ആശ്വാസമാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.